ഇതുപോലൊരു അച്ചാർ കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരാത്തത് ആർക്കാണല്ലേ. ഞാനില്ലേ ഒരു റീല് കണ്ട് കൊതി പിടിച്ചുണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് നാരങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു പാനിലേക്ക് നമുക്ക് ഉലുവയും കടുവും കൂടി വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നാരങ്ങ അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും കായവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു ചില്ല് ഭരണിയിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ അച്ചാറിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇനി ബാക്കി വന്നിരുന്നിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ടതിന് ശേഷം കുറച്ച് ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കണം. ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. 5 ദിവസത്തിന് ശേഷം അച്ചാർ നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടുണ്ടാവേ. നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി അച്ചാറാണ്. എരിവും ഉപ്പും പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.